ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 5ാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ദ സ്കൂൾ ഫോർ സിമ്പതി എന്ന് പറയുന്ന ലെസൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറയാം. ദ സ്കൂൾ ഫോർ സിമ്പതി എന്നാണ് നമ്മളുടെ ലെസൻ്റെ ടൈറ്റിൽ വരുന്നത്. സിമ്പതി എന്ന് പറഞ്ഞാൽ സഹാനുഭൂതി, സഹതാപം എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്കൂളിൻ്റെ പ്രത്യേകത തന്നെ അതാണ്. നമ്മൾ സാധാരണ പഠിക്കുന്ന വിഷയങ്ങളല്ല ഈ ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്നത്, സിമ്പതിയാണ്. അതേപോലെ അവരുടെ ടീച്ചിങ് മെത്തേഡൊക്കെ വളരെ ഡിഫറെൻ്റ് ആണ്. അതാണ് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കുറച്ച് ഭാഗം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മളുടെ ഈ ഒരു സ്റ്റോറി തുടങ്ങുന്ന സമയത്ത് നമ്മളുടെ നെറേറ്റർ പറയുന്നുണ്ട്, മിസ് ബീമിൻ്റെ സ്കൂളിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാനുള്ള ചാൻസ് കിട്ടുന്നത് ഈ ഒരു ലാസ്റ്റ് വീക്കിലാണ് എന്നുള്ളത്. അങ്ങനെ നമ്മളുടെ നെറേറ്റർ ആ സ്കൂളിൽ ചെന്ന് ഇറങ്ങാണ്. അങ്ങനെ സ്കൂളിൽ എത്തിച്ചേരുന്ന സമയത്ത് അദ്ദേഹം കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഒരു പെൺകുട്ടി, ഏകദേശം ഒരു 12 വയസ്സുള്ള പെൺകുട്ടി. അവളുടെ കണ്ണുകൾ കെട്ടിയിട്ടുണ്ട്, ഒരു ബാൻഡേജ് കൊണ്ട് കെട്ടിയിട്ടുണ്ട്. അവളെ മുന്നോട്ട് നയിക്കുന്നത്, ലീഡ് ചെയ്യുന്നത് ഒരു 8 വയസ്സ് പ്രായം വരുന്ന ഒരു ബോയാണ്. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് നെറേറ്റർ ആദ്യം തന്നെ സ്കൂളിൽ കാണുന്നത്. പിന്നെ മിസ് ബീമിനെ മീറ്റ് ചെയ്യാണ്. അപ്പം മിസ് ബീം അദ്ദേഹം എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് നെറേറ്റർ എക്സ്പെക്റ്റ് ചെയ്ത പോലെ ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. അതേപോലെ അതോറിറ്റേറ്റീവ് ആണ്, വളരെ കൈൻഡ് ആയിട്ടുള്ള, മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ്. അത് മാത്രമല്ല, ഈ ഒരു സ്കൂളെന്ന് പറയുന്നത് കുട്ടികൾ അവിടെ തന്നെ നിന്ന് പഠിക്കുന്നതാണ്. അപ്പോൾ അവിടെ നിൽക്കുന്ന കുട്ടികൾക്ക് പലർക്കും ഹോം സിക്നെസ് ഉണ്ടാവും. അതായത് ഗൃഹാതുരത്വം എന്നൊക്കെ പറയില്ലേ, വീട്ടിലേക്ക് തിരിച്ചു പോരണം, അല്ലെങ്കിൽ വീടിനെ മിസ് ചെയ്യുന്ന ഒരവസ്ഥയുണ്ടല്ലോ. അമ്മേനെയും അച്ഛനെയും ഒക്കെ മിസ് ചെയ്യും. വീട് വളരെ അങ്ങോട്ട് തന്നെ തിരിച്ചു പോകണം എന്നുള്ളൊരു ഫീലിങ്സ് ഉണ്ടാകുന്ന കുട്ടികൾ, അതായത് ഈ സ്കൂളിൽ കംഫർട്ടബിൾ അല്ലാത്ത കുട്ടികൾ അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരെയൊക്കെ ഒന്ന് കംഫർട്ട് ചെയ്യാൻ ഈ സ്ത്രീക്ക് കഴിയാറുണ്ട്. ആർക്ക്? മിസ് ബീമിനാണ് കേട്ടോ. അങ്ങനെ മിസ് ബീമിനോട് നമ്മളുടെ നെറേറ്റർ സംസാരിക്കുകയാണ്. അപ്പോൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ടീച്ചിങ് മെത്തേഡിനെ കുറിച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, സിമ്പിളാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ മിസ് ബീം പറയുന്നത് അവർ കൊടുക്കുന്ന ടീച്ചിങ് മെത്തേഡ്, അല്ലെങ്കിൽ അവർ അവിടെ പ്രാക്ടീസ് ചെയ്യുന്ന ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതും അതേപോലെ സിമ്പിൾ ആയിട്ടുള്ളതുമായിട്ടുള്ള മെത്തേഡാണ്. അതായത് സ്പെല്ലിങ് പഠിപ്പിക്കുക, ആഡിങ്ങും സബ്സ്ട്രാക്റ്റിങ്ങും മൾട്ടിപ്ലൈയിങ് ഒക്കെ പഠിപ്പിക്കുക, അതായത് കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും പഠിപ്പിക്കുക. പിന്നെ റൈറ്റിംഗ്, എഴുതാൻ പഠിപ്പിക്കുക. പിന്നെ അവർ റീഡിങ് പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടാസ്ക് ഒക്കെ കൊടുത്തിട്ടാണ് പഠിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വേറെ സബ്ജക്ട്സ് ഒന്നും അവിടെ ഇല്ല. നമ്മളിപ്പോൾ സ്കൂളിൽ എന്തൊക്കെയാണ് പഠിക്കുക? നമ്മൾ മാത്സ് പഠിക്കും, ഇംഗ്ലീഷ് പഠിക്കും, സോഷ്യൽ സയൻസ് പഠിക്കും, അങ്ങനെ നമുക്ക് ഒരുപാട് സബ്ജക്ട്സ് ഉണ്ട് അല്ലേ. പക്ഷേ ഇവിടെ ഇവിടെ അത്തരത്തിലുള്ള ലെസൺസ് ഒന്നും പഠിപ്പിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതൊക്കെയാണ് പഠിപ്പിക്കുന്നത്. പിന്നെ മിസ് ബീം നമ്മളെ നെറേറ്ററിനോട് പറയുന്ന മറ്റൊരു കാര്യമാണ്, ഞങ്ങളുടെ സ്കൂളിൻ്റെ റിയൽ എയിം, യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് കുട്ടികളുടെ ചിന്ത ഉണ്ടാക്കുക എന്നുള്ളതല്ല, തോട്ട്ഫുൾനെസ്, ചിന്താശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. കുട്ടികൾ തന്നെ സ്വയം ചിന്തിക്കാനുള്ള ഒരു ശേഷി അതുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ലക്ഷ്യം. പിന്നെ ഹ്യൂമാനിറ്റി, മാനവികതയെക്കുറിച്ച്, അതേപോലെ കൈൻഡ്നെസ്, സഹതാപം അല്ലെങ്കിൽ ദയ, പിന്നെ സിറ്റിസൺഷിപ്പ്, പൗരത്വം, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു സ്കൂള് മെയിനായിട്ട് കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടി ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ സാധാരണ സ്കൂളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ലെസൺസ് പഠിപ്പിക്കുന്ന ഒരു സ്കൂളാണിത്. അപ്പം തീർച്ചയായും പാരൻസിൻ്റെ സപ്പോർട്ട് വേണം. അത്തരത്തിലുള്ള ഒരു സപ്പോർട്ട് ഈ കുട്ടികളുടെ പാരൻസിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നാണ് മിസ് ബീം പറയുന്നത്. പിന്നെ മിസ് ബീം നമ്മളുടെ നെറേറ്ററിനോട് ഒരു വിൻഡോ ഉണ്ട്, അതിലൂടെ ഒന്ന് പുറത്തേക്ക് നോക്കാൻ പറയും. അപ്പോൾ അവിടെ കാണുന്നത് ഒരു വലിയ ഗാർഡനും പ്ലേ ഗ്രൗണ്ടും ആണ്. ഗാർഡൻ്റെ പിറകിലായിട്ട് പ്ലേ ഗ്രൗണ്ടും കാണുന്നുണ്ട്. അപ്പം നമ്മളുടെ മിസ് ബീം ചോദിക്കും, നിങ്ങൾ എന്താ കാണുന്നത് എന്ന് ചോദിക്കും നമ്മളുടെ നെറേറ്ററിനോട്. അപ്പം നെറേറ്റർ പറയും, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വലിയ ഗ്രൗണ്ട് കാണുന്നുണ്ട്, അതിൻ്റെ പിറകിലായിട്ട് ഗാർഡൻ കാണുന്നുണ്ട്. പിന്നെ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന കുട്ടികളെ കാണുന്നുണ്ട്. പക്ഷേ എന്നെ ഏറ്റവും സർപ്രൈസ് ചെയ്തതും അതേപോലെ തന്നെ എന്നെ വേദനിപ്പിച്ചതും കാര്യം എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾ ആരും ഹെൽത്തി അല്ല, അതേപോലെ ആക്റ്റീവുമല്ല. ആ ഒരു കാര്യം എന്നെ വേദനിപ്പിക്കുകയും അതുപോലെ സർപ്രൈസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയും. അത് മാത്രമല്ല, ഞാൻ കയറി വരുന്ന സമയത്ത് കണ്ണിൽ ബാൻഡേജൊക്കെ കെട്ടിയിട്ടുള്ള
നടക്കാനൊക്കെ പ്രയാസപ്പെടുന്ന ഒരു പെൺകുട്ടീനെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ കുട്ടീനെ ലീഡ് ചെയ്യുന്നത് ഒരു 8 വയസ്സായ ബോയ് ആണ് എന്നുള്ള കാര്യം അദ്ദേഹം അപ്പോൾ ഓർക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പം അദ്ദേഹം പുറത്തേക്ക് നോക്കിയ സമയത്ത് 2 പേരെ കൂടെ ആ ഒരു കണ്ടീഷനിൽ കണ്ടു എന്ന് അദ്ദേഹം പറയുകയാണ്. പിന്നെ ഒരു ഗേള്, ആ കുട്ടിക്ക് മുടന്തുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു ഊന്നുവടി ആ കുട്ടിയുടെ കയ്യിലുണ്ട്. ആ കുട്ടീനെ വളരെ ഹോപ്പ്ലെസ് ആയിട്ട്, പ്രതീക്ഷയൊന്നും ഇല്ലാതെ പ്രതീക്ഷയറ്റ് ജീവിക്കുന്നതായിട്ടാണ് നമ്മളുടെ നെറേറ്റർ കാണുന്നത്. ഈ കാര്യം പറയുന്ന സമയത്ത് മിസ് ബീം പൊട്ടിച്ചിരിക്കുന്നുണ്ട്. ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കി ഭാഗം നോക്കാം. "ഓ നോ," ഷീ സെഡ്, "ഷീ ഈസ് നോട്ട് ലെയിം റിയലി. ദിസ് ഈസ് ഓൺലി ഹെർ ലെയിം ഡേ." അപ്പം ഈ ഒരു മിസ് ബീം പറയാണ്, അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. "ഷീ ഈസ് നോട്ട് ലെയിം റിയലി." അവൾക്ക് ലെയിം ഒന്നുമില്ല ശരിക്കും. ലെയിം എന്ന് പറഞ്ഞാൽ മുടന്ത് കേട്ടോ. അവൾക്ക് മുടന്തൊന്നുമില്ല. "ദിസ് ഈസ് ഓൺലി ഹെർ ലെയിം ഡേ." ഇന്ന് അവളുടെ ലെയിം ഡേ ആണെന്ന് പറയാണ്. "നോർ ആർ ദോസ് അതേഴ്സ് ബ്ലൈൻഡ്. ഇറ്റ് ഈസ് ഓൺലി ദെയർ ബ്ലൈൻഡ് ഡേ." ബാക്കിയുള്ള കണ്ണ് കെട്ടിയിട്ടുള്ള കുട്ടികളുണ്ടല്ലോ, അവരാരും ബ്ലൈൻഡും അല്ല. അതായത് അവർക്ക് കാഴ്ചശക്തിക്ക് പ്രശ്നമൊന്നുമില്ല. ഇറ്റ് ഈസ് ഓൺലി ദെയർ ബ്ലൈൻഡ് ഡേ. ഇത് അവരുടെ ബ്ലൈൻഡ് ഡേ മാത്രമാണ്. അപ്പോൾ കുട്ടികൾക്ക് എന്താണ് പ്രശ്നമൊന്നുമില്ല, പക്ഷെ അവർക്ക് ഓരോ ഡേ കൊടുക്കുകയാണ്. ലെയിം ഡേ, അതേപോലെ എന്താണ് ബ്ലൈൻഡ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഡേ കൊടുക്കുകയാണ്. അതെന്താ നമുക്ക് നോക്കാം. "ഐ മസ്റ്റ് ഹാവ് ലുക്ക്ഡ് വെരി മച്ച് അസ്റ്റോണിഷ്ഡ് ഫോർ ഷീ ലാഫ്ഡ് അഗെയിൻ." അസ്റ്റോണിഷ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്തം വിട്ടു എന്ന് പറയില്ലേ, അതാണ് കേട്ടോ. ആശ്ചര്യപ്പെട്ടു, അന്തം വിട്ടു എന്നുള്ളതാണ് മീനിങ്. അപ്പം നമ്മുടെ നെറേറ്റർ ആകെ അന്തം വിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴും മിസ് ബീം എന്താണ് ചെയ്യുന്നത്? അവർ പൊട്ടിച്ചിരിക്കുകയാണ്. ലാഫ്ഡ് അഗെയിൻ, വീണ്ടും പൊട്ടിച്ചിരിച്ചു. അപ്പം നമ്മളുടെ നെറേറ്റർ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. നെറേറ്റർ വന്നിറങ്ങിയപ്പോൾ തന്നെ കണ്ട കാഴ്ച എന്താണ്? ഒരു പെൺകുട്ടി ബാൻഡേജൊക്കെ കെട്ടി, 12 വയസ്സായിട്ടുണ്ടാവും ഏകദേശം. അപ്പോൾ ആ ഒരു കുട്ടീനെ ലീഡ് ചെയ്യുന്നത് ഒരു 8 വയസ്സായ ആൺകുട്ടിയാണ്. അപ്പോൾ ശരിക്കും എന്താ വിചാരിക്കുക? ആ കുട്ടിക്ക് കണ്ണിനെന്തോ പ്രശ്നമുണ്ട്, ബ്ലൈൻഡ് ആണെന്ന് വിചാരിക്കും. അതേപോലെ ക്രച്ചൊക്കെ പിടിച്ച് നിൽക്കുന്ന കുട്ടികളെ കാണുമ്പം, ക്രച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഊന്നുവടി അല്ലേ? അപ്പം ഊന്നുവടിയുടെ സഹായത്തോടു കൂടി നടക്കുക എന്തെങ്കിലും വൈകല്യമുള്ള ആളുകളായിരിക്കുമല്ലോ. സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങനെയല്ലേ ചിന്തിക്കുള്ളൂ. അപ്പോൾ ഇതിങ്ങനെയൊന്നും അല്ല. ശരിക്കും ഈ കുട്ടികൾക്കൊന്നും പ്രശ്നമൊന്നുമില്ല, അവർ ബ്ലൈൻഡ് അല്ല, അവർക്ക് ലെയിം ഇല്ല എന്നൊക്കെ അറിയുന്ന സമയത്ത് നമ്മളുടെ നെറേറ്റർ ആകെ അസ്റ്റോണിഷ്ഡ് ആയിട്ട് നിൽക്കുകയാണ്, അന്തം വിട്ട് അങ്ങനെ നിൽക്കുകയാണ് അല്ലേ. പക്ഷേ അപ്പോഴും മിസ് ബീം എന്താ ചെയ്യുന്നത്? പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. സോ അതെന്താണെന്ന് നമുക്ക് ബാക്കി നോക്കുമ്പോൾ മനസ്സിലാവും. "There you have an essential part of our system in a nutshell." In a nutshell എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെരി ബ്രീഫ്ലി, അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് an essential part of our system, ഞങ്ങളുടെ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ പദ്ധതിയുടെ ഒരു എസെൻഷ്യൽ പാർട്ടാണ്, അതായത് പ്രധാന ഭാഗമാണ് എന്നാണ് പറയുന്നത്. "In order to get these young minds to appreciate and understand misfortune, we make them share in misfortune too." അതായത് ഇവിടെ പഠിക്കുന്ന കുട്ടികൾ, അവർക്ക് ഫോർച്യൂൺ, അതായത് ഭാഗ്യം മാത്രമല്ല, മിസ്ഫോർച്യൂണും നമ്മളുടെയൊക്കെ ലൈഫിലുണ്ടാവും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ലൈഫിലുണ്ടാവും. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുന്ന സമയത്ത് കുട്ടികളത് മനസ്സിലാക്കണം, അവർ എങ്ങനെയാണ്, എന്താണ് അനുഭവിക്കുന്നത് എന്നുള്ളത്. അതായത് ഇവർക്ക് ലെയിം ഡേയും അതേപോലെ ബ്ലൈൻഡ് ഡേയും ഒക്കെ കൊടുക്കുന്നുണ്ടെന്ന് നമ്മൾ ഓൾറെഡി അറിഞ്ഞു. അപ്പം കണ്ണ് കാണാത്ത ഒരാൾക്ക് എങ്ങനെയായിരിക്കും അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവും, അവരെങ്ങനെയായിരിക്കും മുന്നോട്ട് നീങ്ങാനുള്ള അവരുടെ ആ ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും, അവരുടെ സ്വന്തം കാര്യം ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഈ ബ്ലൈൻഡ് ഡേ കൊണ്ട് അവർ മനസ്സിലാക്കും അല്ലേ. അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്യും മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട്. അങ്ങനെ ബ്ലൈൻഡായിട്ട് ജീവിക്കുന്ന ആളുകളുടെ ദുഃഖം, അവരുടെ ഒരു അനുകമ്പ ഉണ്ടാവും അല്ലേ, അവരോടൊരു സഹാനുഭൂതി ഉണ്ടാവും. നമുക്ക് അതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന് ഈ ഒരു പേര് കൊടുത്തിട്ടുള്ളത്, ദ സ്കൂൾ ഫോർ സിമ്പതി എന്ന് അല്ലേ. അപ്പം മറ്റുള്ളവരോട് നമുക്ക് സഹതാപവും ദയവും ഒക്കെ തോന്നും. ഇപ്പം ഈ കുട്ടികളൊന്നും ബ്ലൈൻഡ് അല്ല, അവരൊക്കെ ഹെൽത്തിയാണ്. പക്ഷേ അവർക്ക് ബ്ലൈൻഡ് ഡേയും അതേപോലെ ലെയിം ഡേ ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഈ മുടന്തുള്ള ആളുകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഉന്നുവടിയൊക്കെ പിടിച്ച് ആ തരത്തിൽ അവർ ഒരു ഡേ മുഴുവൻ അവരങ്ങനെ ചിലവഴിക്കുന്ന സമയത്ത് അതിൻ്റെ ബുദ്ധിമുട്ട് അവർക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു സ്കൂളിൽ കുട്ടികൾക്ക് കൊടുക്കുന്നത് എന്താണ്? മിസ്ഫോർച്യൂണ്, അതായത് ദൗർഭാഗ്യം കൂടി അവർ മനസ്സിലാക്കണം. അവർ ആ ഒരു മറ്റുള്ളവരുടെ ആ ഒരു ബുദ്ധിമുട്ട് അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് അവർക്ക് മിസ്ഫോർച്യൂണ് കൂടി മനസ്സിലാക്കാനുള്ളൊരു സാഹചര്യം ഇവിടെ സ്കൂളുകാർ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. In the course of the term, every child has one blind day, one lame day, one deaf day and one dumb day. അപ്പം ഈ ഒരു സ്കൂളിലുള്ള എല്ലാ കുട്ടികൾക്കും ഒരു ടേമിൽ ഒരു ദിവസം ബ്ലൈൻഡ് ഡേ, ഒരു ബ്ലൈൻഡ് ഡേ ഉണ്ടാവും. അതായത് കണ്ണ് കാണാത്ത ആളുകളെ പോലെ ഒരു ദിവസം മുഴുവൻ ജീവിക്കണം. വൺ ലെയിം ഡേ,
മുടന്ത് അല്ലെങ്കിൽ എന്തെങ്കിലും വൈകല്യമുള്ള ആളുകളെ പോലെ ഒരു ദിവസം മുഴുവൻ അങ്ങനെ അവർ സ്പെൻഡ് ചെയ്യണം. പിന്നെ 1 ഡഫ് ഡേ. ഡഫ് ഡേ എന്ന് പറഞ്ഞാൽ ചെവി കേൾക്കാൻ പറ്റാത്ത ആ ഒരു രീതിയിൽ ഒരു ദിവസം മുഴുവൻ സ്പെൻഡ് ചെയ്യണം. ആൻഡ് 1 ഡം ഡേ. ഡം ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംസാരശേഷി ഇല്ലാത്ത ആളുകളെപ്പോലെ ഒരു ദിവസം മുഴുവൻ സ്പെൻഡ് ചെയ്യാം. ഇതെല്ലാ കുട്ടികളും ആ സ്കൂളിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഡ്യൂറിങ് ദ ബ്ലൈൻഡ് ഡേ ദെയർ ഐസ് ആർ ബാൻഡേജ്ഡ് ആൻഡ് ഇറ്റ് ഈസ് എ പോയിൻ്റ് ഓഫ് ഹോണർ നോട്ട് ടു പീപ്പ്. അതായത് ബ്ലൈൻഡ് ഡേ ഉള്ള ദിവസം, അതായത് കണ്ണ് കെട്ടി ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾ ജീവിക്കുന്ന പോലെ സ്പെൻഡ് ചെയ്യേണ്ട ആ ഒരു ദിവസം അവരുടെ കണ്ണുകൾ എന്ത് ചെയ്യും? ബാൻഡേജ് കൊണ്ട് കെട്ടിവെക്കും. ആൻഡ് ഇറ്റ് ഈസ് എ പോയിൻ്റ് ഓഫ് ഓണർ നോട്ട് ടു പീപ്പ്. പീപ്പ് എന്ന് പറഞ്ഞാൽ എത്തി നോക്കുക, ഒളിഞ്ഞു നോക്കുക എന്നുള്ളതാണ്. അപ്പം ഇത് കുട്ടികളുടെ സത്യസന്ധതയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അവർ ആ ഒരു കെട്ടുണ്ടല്ലോ, ആ കെട്ട് മാറ്റിയിട്ട് ഒളിഞ്ഞു നോക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അവരുടെ സത്യസന്ധതയെ ഡിപ്പെൻഡ് ചെയ്താണ് ഉണ്ടാവുക. അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. ദ ബാൻഡേജ് ഈസ് പുട്ട് ഓൺ ഓവർനൈറ്റ്. ദേ വേക്ക് അപ്പ് ബ്ലൈൻഡ്. അപ്പം രാത്രിയിൽ തന്നെ ബാൻഡേജ് കെട്ടിവെക്കും. രാവിലെ അവർ എഴുന്നേൽക്കുന്ന സമയം ദേ വേക്ക് അപ്പ് ബ്ലൈൻഡ് എന്നാണ് പറയുന്നത്. രാവിലെ അവർ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് അവരെന്താണ്? ബ്ലൈൻഡ് ആയിരിക്കും, കണ്ണുകൾ കെട്ടിയിട്ടാണ് ഉണ്ടാവുക. ദിസ് മീൻസ് ദാറ്റ് ദേ നീഡ് അസിസ്റ്റൻസ് ഇൻ എവറിത്തിങ്. അപ്പോൾ എന്താണ്? ആ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ട് അവർ ബ്ലൈൻഡാണ്. അപ്പോൾ അവർക്ക് ഒരു അസിസ്റ്റൻറ്റിന് ആവശ്യമാണ്, ഒരു ഹെൽപ്പറിനെ, അവരെ സഹായിക്കാൻ ആരെങ്കിലും ഒരാളെ എന്തായാലും ആവശ്യമാണ്. എല്ലാ കാര്യം ചെയ്യണമെങ്കിൽ നമുക്ക് കണ്ണ് കാണണം അല്ലേ? നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ കണ്ടിട്ടാണ് അത് ചെയ്യുക. പക്ഷേ ഇവിടെ എന്താണ്? കാണാൻ പറ്റില്ല. സോ അതുകൊണ്ട് എന്താണ്? ഒരു ഹെൽപ്പർ എന്തായാലും വേണം, ഒരു അസിസ്റ്റൻ്റ് എന്തായാലും വേണം. ആൻഡ് അതർ ചിൽഡ്രൻ ആർ ടോൾഡ് ടു ഹെൽപ്പ് ദം ആൻഡ് ലീഡ് ദം അബൌട്ട്. അപ്പം മറ്റു കുട്ടികളോട് പറഞ്ഞിട്ടുണ്ടാവും ഈ ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടീനെ എന്ത് ചെയ്യണം, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ ലീഡ് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഇറ്റ് ഈസ് എഡ്യൂക്കേറ്റീവ് ടു ബോത്ത് ഓഫ് ദം, ദ ബ്ലൈൻഡ് ആൻഡ് ദ ഹെൽപ്പേഴ്സ്. അപ്പോൾ ഇതെന്താണ്? ബ്ലൈൻഡ് ആയിട്ടുള്ള ആളെയും അതേപോലെ തന്നെ ഹെൽപ്പേഴ്സായിട്ട് നിൽക്കുന്ന ആളുകളെയും ഒരേപോലെ തന്നെ ടീച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്, എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്താണ്? ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്ക് എന്താണ് മനസ്സിലാവുക? ശരിക്കും ബ്ലൈൻഡ് ആയിട്ടുള്ള, കണ്ണ് കാണാൻ പറ്റാത്ത ഒരാൾ സ്ട്രഗിൾ ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്, അവരെന്തൊക്കെ കാര്യത്തിലാണ് ബുദ്ധിമുട്ടുന്നത്, എത്രമാത്രം അവർ ബുദ്ധിമുട്ടുന്നുണ്ട്, സ്വന്തം കാര്യം പോലും ചെയ്യാൻ പറ്റുന്നില്ല, മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരുന്നു എന്നൊക്കെയുള്ള കാര്യം ബ്ലൈൻഡായിട്ട് നിൽക്കുന്ന ആ ഒരു കുട്ടി അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യും അല്ലേ? അതേപോലെ ഈ ഒരു ബ്ലൈൻഡായിട്ട് നിൽക്കുന്ന കുട്ടീനെ ഹെൽപ്പ് ചെയ്യുന്ന കുട്ടികളുണ്ടാവുമല്ലോ, അവർക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്? ഈ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്ക് എപ്പോഴും ആശ്രയത്തിന് ഒരാൾ വേണം, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. അപ്പോൾ അവരുടെ സ്ട്രഗിൾ ഇവർ കണ്ണുകൊണ്ട് നേരിട്ട് കാണുന്നുണ്ട്. അപ്പോൾ രണ്ട് കൂട്ടർക്കും എന്താണ്? ഒരേപോലെ എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യവുമാണ്. അവരുടെ മൈൻഡിൽ എന്താണ്? സിമ്പതി എന്നുള്ളൊരു വികാരം ഉണ്ടാവുകയും ചെയ്യും. Everyone is very kind, Miss Beam continued, and it is really something of a joke. Although, of course, before the day is over, the reality of the disability becomes clear even to the least thoughtful. എന്താ പറയുന്നത്? എല്ലാവരും കൈൻഡാണ്, എല്ലാവരും ദയുള്ളവരാണ്. മിസ് ബീം കണ്ടിന്യൂഡ്. മിസ് ബീം പറഞ്ഞു തുടരുകയാണ്. ആൻഡ് ഇറ്റ് ഈസ് റിയലി സംതിങ് ഓഫ് എ ജോക്ക്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ജോക്കാണ്. ഓൾദോ ഓഫ് കോഴ്സ് ബിഫോർ ദ ഡേ ഇസ് ഓവർ ദ റിയാലിറ്റി ഓഫ് ദ ഡിസബിലിറ്റി ബിക്കംസ് ക്ലിയർ ഈവൻ ടു ദ ലീസ്റ്റ് തോട്ട്ഫുൾ. അതായത് ഈ ഒരു കാര്യം ഒരു സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ജോക്കാണ്, പക്ഷേ തീർച്ചയായും ഈ ഒരു ദിവസം തീരുന്നതിന് മുൻപ് തന്നെ ഈ ഒരു ഡിസബിലിറ്റി, അതായത് കണ്ണ് കാണാത്തവരുടെയും അതേപോലെ ചെവി കേൾക്കാത്തവരുടെയൊക്കെ ബുദ്ധിമുട്ടുകൾ കുട്ടികൾ തീർച്ചയായും മനസ്സിലാക്കും. പിന്നെ എന്താണ് പറയുന്നത്? ഈവൻ ടു ദ ലീസ്റ്റ് തോട്ട്ഫുൾ, അതായത് കുറച്ച് മാത്രം ചിന്തിക്കുന്ന കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ ഈ കണ്ണ് കാണാത്തവരുടെയും അതേപോലെ ഡിസബിലിറ്റീസ് റിയൽ ലൈഫിൽ ഫേസ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അങ്ങനെയുള്ള ആളുകളുടെ സിറ്റുവേഷൻസ്, അവരുടെ സ്ട്രഗിളും അവരുടെ ബുദ്ധിമുട്ടുകളും ഒന്നും കൂടുതലായിട്ട് ചിന്തിക്കാത്ത കുട്ടികളിൽ പോലും ഈ ഒരു ഡേ എക്സ്പീരിയൻസ് ചെയ്യുന്നതിലൂടെ അവർക്ക് ആ ഒരു കാര്യം മനസ്സിലാവും, അവരുടെ ഉള്ളിൽ ആ ഒരു സിമ്പതി എന്ന് പറയുന്ന കാര്യം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ദ ബ്ലൈൻഡ് ഡേ ഇസ് ഓഫ് കോഴ്സ് റിയലി ദ വേഴ്സ്റ്റ്, ബട്ട് സം ഓഫ് ദ ചിൽഡ്രൻ ടെൽ മീ ദാറ്റ് ദ ഡം ഡേ ഈസ് ദ മോസ്റ്റ് ഫ്രൈറ്റനിങ്. അപ്പം ബ്ലൈൻഡ് ഡേ ആണ് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ളത്, ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. കണ്ണ് കാണാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? അപ്പോൾ ബ്ലൈൻഡ് ഡേ ആണ് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ളത്. പക്ഷേ ബട്ട് സം ഓഫ് ദ ചിൽഡ്രൻ ടെൽ മീ ദാറ്റ് ദ ഡം ഡേ ഈസ് ദ മോസ്റ്റ് ഫ്രൈറ്റനിങ്. പക്ഷേ ചില കുട്ടികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഡം ഡേ എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ പറ്റാത്ത ആ ഒരു ദിവസം,
സംസാരിക്കരുത്, ഒരു ദിവസം മുഴുവൻ സംസാരിക്കരുത്. ആ ഒരു ദിവസമാണ് ഏറ്റവും കൂടുതൽ പേടിപ്പെടുത്തുന്നതെന്ന് ചില കുട്ടികൾ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് മിസ് ഭീമ പറയാണ്. There, of course, the child must use willpower only because the mouth is not bandaged. അപ്പോൾ ബ്ലൈൻഡ് ഡേയിൽ കുട്ടികൾ കണ്ണ് കെട്ടും, പക്ഷേ ഡം ഡേയിൽ അവരുടെ വായൊന്നും ബാൻഡേജ് ചെയ്ത് വെക്കാറില്ല. സോ അതുകൊണ്ട് ആ ഒരു ഡേ കുട്ടികളുടെ വിൽ പവറിനനുസരിച്ചായിരിക്കും മുന്നോട്ട് പോകുന്നുണ്ടാവുക. എന്താ വെച്ചാൽ കുട്ടികളെപ്പോഴും ഭയങ്കര സംസാരമായിരിക്കും അല്ലേ, എപ്പോഴും സംസാരിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ സംസാരിക്കാതിരിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് കുട്ടികൾ പറയുന്നത് അതാണ് വളരെ പ്രയാസമുള്ള ഒരു ദിവസം എന്ന് പറയുന്നത്, ഡംബായിരിക്കുക, അതായത് സംസാരിക്കാതിരിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് കുട്ടികൾ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം കുട്ടികളുടെ വിൽ പവറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം എന്താണ്, ബാൻഡേജ് ഒന്നും കെട്ടാത്തത് കൊണ്ട് അല്ലേ. ബട്ട് കം ഡൗൺ ഇൻ ടു ദ ഗാർഡൻ ആൻഡ് സീ ഫോർ യുവർ സെൽഫ് ഹൗ ദ ചിൽഡ്രൻ ലൈക്ക് ഇറ്റ്. അപ്പോൾ ഗാർഡനിലേക്ക് വരാൻ പറയുകയാണ്. എന്നിട്ട് സീ ഫോർ യുവർ സെൽഫ് ഹൗ ദ ചിൽഡ്രൻ ലൈക്ക് ഇറ്റ്. എന്നിട്ട് നിങ്ങൾ നേരിട്ട് തന്നെ കാണൂ കുട്ടികൾ എത്രമാത്രം ഇഷ്ടപ്പെട്ടാണ് ഈ കാര്യങ്ങളൊക്കെ, ഈ ടാസ്കുകളൊക്കെ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ കുട്ടികളത് ഭയങ്കര ഭാരമായിട്ടുള്ള കാര്യമൊന്നായിട്ടല്ല കാണുന്നത്, അവരത് ഇഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത് എന്നാണ് മിസ് ഭീം പറയുന്നത്. മിസ് ഭീം ലെഡ് മീ ടു വൺ ഓഫ് ദ ബാൻഡേജ്ഡ് ഗേൾസ് എ ലിറ്റിൽ മെറി തിങ്. അപ്പം മിസ് ഭീം എന്നെ ഒരു ബാൻഡേജ്ഡ് ഗേളിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. കുറേ കുട്ടികളുണ്ട്, അപ്പോൾ ഒരു ബാൻഡേജ് കെട്ടിയിട്ടുള്ള കുട്ടിയുടെ അടുത്തേക്ക് പോയി. അത് ഒരു എന്താ പറയുക, ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഹിയർ ഈസ് എ ജെൻറ്റൽമാൻ കം ടു ടോക്ക് ടു യു സെറ്റ് മിസ് ഭീം ആൻഡ് ലെഫ്റ്റ് അസ്. അപ്പം ഈ കുട്ടിയുടെ അടുത്തേക്ക് ചെന്നതിന് ശേഷം മിസ് ഭീം പറയുകയാണ്, ഇവിടെ ഒരു ജെൻറ്റിൽമാൻ ഉണ്ട്, നിന്നോട് സംസാരിക്കാൻ വന്നതാണ്. ആ കാര്യം പറഞ്ഞ് മിസ് ഭീം എന്ത് ചെയ്തു, ലെഫ്റ്റ് അസ്, ഞങ്ങളെ വിട്ടുപോയി, അതായത് ഞങ്ങളുടെ അടുത്ത് നിന്ന് അങ്ങ് പോയി. അപ്പം ഇനി സംസാരിക്കാൻ പോകുന്നത് നെറേറ്ററും ഈ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടിയാണ്, അന്ന് ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടിയാണ് കേട്ടോ. ഡോണ്ട് യു എവർ പീപ്പ് ഐ ആസ്ഡ് ബൈ വേ ഓഫ് ആൻ ഓപ്പണിംഗ്. അപ്പം നീ ഒരിക്കലും എത്തി നോക്കിയിട്ടില്ലേ, പീപ്പ് എന്ന് പറഞ്ഞാൽ എത്തി നോക്കുക കേട്ടോ, നീ ഒരിക്കലും എത്തി നോക്കിയിട്ടില്ലേ എന്ന് നെറേറ്റർ ചോദിക്കുകയാണ്. ബൈ വേ ഓഫ് ആൻ ഓപ്പണിംഗ്, ഒരു തുടക്കം എന്നുള്ള രീതിയിൽ നീ ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. ഓ നോ, ഷീ എക്സ്ക്ലെയിംഡ്. ആ ഒരു കുട്ടി വളരെ ആശ്ചര്യത്തോടു കൂടി പറയുകയാണ്, ഓ നോ, ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല എന്ന്. ദാറ്റ് വുഡ് ബി ചീറ്റിംഗ്, അത് ചീറ്റിംഗ് അല്ലേ എന്ന് കുട്ടി പറയാണ്. ബട്ട് ഐ ഹാഡ് നോ ഐഡിയ ഇറ്റ് വാസ് സോ ഓഫുൾ ടു ബി ബ്ലൈൻഡ്. എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ബ്ലൈൻഡായിട്ട് നടക്കുക എന്ന് പറയുന്നത് ഇത്രയും ഭീകരമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത് കുട്ടി പറയാണ് കേട്ടോ. യു കാൺറ്റ് സീ എ തിങ്, ഒരു കാര്യം പോലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. വൺ ഫീൽസ് വൺ ഈസ് ഗോയിങ് ടു ബി ഹിറ്റ് ബൈ സംതിങ് എവറി മൊമെൻറ്റ്. എല്ലാ നിമിഷവും എവിടെയെങ്കിലും പോയി ഇടിക്കും എന്നുള്ളൊരു ഭയം ഉള്ളിലുണ്ടാവും. സിറ്റിംഗ് ഡൗൺ ഈസ് സച്ച് എ റിലീഫ്. എവിടെയെങ്കിലും ഒന്ന് ഇരിക്കുക, ഒന്ന് ഒതുങ്ങിയിരിക്കുക എന്നുള്ളത് സമാധാനമായിട്ടുള്ളൊരു കാര്യമാണ്, കാരണം എവിടെയും പോയി ഇടിക്കില്ലല്ലോ, അതുകൊണ്ട്. ആർ യുവർ ഗൈഡ്സ് കൈൻഡ് ടു യു ഐ ആസ്ഡ്. അപ്പം നെറേറ്റർ ചോദിക്കുകയാണ് ഈ ഒരു കുട്ടീനോട്, നിൻ്റെ ഗൈഡ്സ്, അതായത് നിന്നെ ലീഡ് ചെയ്യുന്ന ആളുകൾ നിന്നോട് കൈൻഡായിട്ടാണോ പെരുമാറുക, നിന്നെ നല്ല രീതിക്കാണോ നോക്കുന്നത്, നിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. പ്രിറ്റി ഗുഡ്, വലിയ കുഴപ്പമില്ല എന്ന് പറയും. നോട്ട് ആസ് കെയർഫുൾ ആസ് ഐ ഷാൽ ബി വെൻ ഇറ്റ് ഈസ് മൈ ടേൺ. പക്ഷേ എൻ്റെ ടേൺ, ഞാൻ ഗൈഡായിട്ട് ബ്ലൈൻഡായിട്ടുള്ള ആളെ ലീഡ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ ഞാൻ ചെയ്ത അത്രയും കെയർഫുള്ളായിട്ട് എന്നെ ഗൈഡ് ചെയ്യുന്നവർ ചെയ്യുന്നുണ്ടാവില്ല എന്നുള്ളൊരു തോട്ട് ആ കുട്ടിക്കുണ്ട്. ഞാൻ കുറച്ചും കൂടെ ബെറ്ററാണ് എന്നുള്ളതാണ് കേട്ടോ പറയുന്നത്. ദോസ് ദാറ്റ് ഹാവ് ബീൻ ബ്ലൈൻഡ് ഓൾറെഡി ആർ ദ ബെസ്റ്റ്. അപ്പം ശരിക്കും ബ്ലൈൻഡായിട്ടുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, അവർക്ക് ഈ കാര്യം കുറച്ചും കൂടി, അതായത് എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളത് അവർക്ക് കുറച്ചും കൂടി സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇതിപ്പം ശരിക്കും കണ്ണ് കാണുന്ന ആൾ കണ്ണ് കെട്ടി ഒരു ദിവസം മുഴുവൻ നിൽക്കുക എന്ന് പറയുന്നത്, അപ്പോൾ എവിടെയെങ്കിലും പോയി തട്ട് ഇടിക്കുകയൊക്കെ ചെയ്യും, ഓരോ സാധനങ്ങളെ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും, സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ഓൾറെഡി ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾക്ക് അത് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും, അവർ കുറച്ചും കൂടെ ബെസ്റ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ടെറിബിൾ നോട്ട് ടു സീ. ഏറ്റവും ഭയാനകമായ കാര്യം എന്ന് പറയുന്നത് ഒന്നും കാണാൻ പറ്റില്ല എന്ന് പറയുന്നതാണ്. ഐ വിഷ് യു വുഡ് ട്രൈ. എനിക്ക് തോന്നുന്നു നിങ്ങളൊന്ന് ട്രൈ ചെയ്യണമെന്ന്, അതായത് നിങ്ങളോടൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറയാണ്. ഷാൽ ഐ ലീഡ് യു എനിവെയർ ഐ ആസ്ഡ്. അപ്പോൾ നെറേറ്റർ ഈ കുട്ടീനോട് ചോദിക്കുകയാണ്, ഞാൻ എന്നെ എവിടേക്കെങ്കിലും കൊണ്ടുപോകണോ എന്ന്. ഓ യെസ് ഷീ സെഡ് ലെറ്റ് us ഗോ ഫോർ എ ലിറ്റിൽ വാക്ക്. അപ്പോൾ ആ പെൺകുട്ടി പറയാണ്, അതെ പോകണം, ലെറ്റ് us ഗോ ഫോർ എ ലിറ്റിൽ വാക്ക്, നമുക്കൊരു ചെറിയ വാക്കിന് പോയിട്ട് വരാം എന്ന് പറയാണ്. ഓൺലി യു മസ്റ്റ് ടെൽ മീ അബൌട്ട് തിങ്സ്. എനിക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്, മുൻപിൽ എന്താ ഉള്ളതെന്നൊന്നും അറിയില്ല,
എല്ലാം നിങ്ങൾ പറഞ്ഞു തരണം, എനിക്ക് മുന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല. ഐ ഷാൽ ബി സോ ഗ്ലാഡ് വെൻ ടുഡേ ഇസ് ഓവർ. ഈ ഒരു ദിവസം തീരുന്ന സമയത്ത് ഞാൻ വളരെ ഹാപ്പി ആവും. ഗ്ലാഡ് എന്ന് പറഞ്ഞാൽ ഹാപ്പി എന്നുള്ളതാണ് കേട്ടോ. ഞാൻ വളരെ ഹാപ്പി ആയി തീരും. ദ അതർ ബാഡ് ഡേയ്സ് കാൻ ബി ഹാഫ് ആസ് ബാഡ് ആസ് ദിസ്. ബാക്കിയുള്ള ബാഡ് ഡേയ്സ് ഉണ്ടല്ലോ, അതായത് ഡെഫ് ഡേയും ലെയിം ഡേയും ഡം ഡേ ഒക്കെ ഉണ്ടല്ലോ, അതിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് എന്താണ്, ഈ ബ്ലൈൻഡായിട്ട് നിൽക്കുന്ന ആ ഒരു ഡേ ഉണ്ടല്ലോ, അതുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് മറ്റേതൊക്കെ എന്താണ്, ഇതിൻ്റെ അത്ര പകുതി പോലും കഷ്ടപ്പാടില്ല എന്നാണ് പറയുന്നത്. അതായത് ഏറ്റവും ബുദ്ധിമുട്ട് ഏതാണ്, ബ്ലൈൻഡ് ഡേ ആണ്. ഈ ബ്ലൈൻഡ് ഡേൻ്റെ പകുതി ബുദ്ധിമുട്ട് പോലും ബാക്കിയുള്ള ഡേയ്സ് ഒന്നും ചെയ്യാനില്ല എന്നാണ് ഈ ഒരു കുട്ടി പറയുന്നത്. ഹാവിങ് എ ലെഗ് ടൈഡ് അപ്പ് ആൻഡ് ഹോപ്പിംഗ് അബൌട്ട് ഓൺ എ ക്രച്ച് ഈസ് ഓൾമോസ്റ്റ് എ ഫൺ ഐ ഗെസ്. അതായത് കാല് കെട്ടി വെക്കുമല്ലോ, കാല് കെട്ടി വെച്ചിട്ട് ഹോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചാടി ചാടി പോവുക. അങ്ങനെ ആ ഒരു ക്രച്ച് എന്ന് പറഞ്ഞാൽ ഊന്നുവടിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കാലൊക്കെ കെട്ടി വെച്ച് ഇങ്ങനെ ചാടി ചാടി പോവുക. അതായത് ലെയിം ഡേ ആണ് ഉദ്ദേശിക്കുന്നത്. അത് കുറച്ച് ഫണ്ണായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, അതത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഏറ്റവും ബുദ്ധിമുട്ട് എന്താണ്, ബ്ലൈൻഡായിട്ട് നിൽക്കുന്ന ഡേ ആണെന്നാണ് കുട്ടി പറയുന്നത്. ഹാവിങ് എൻ ആം ടൈഡ് അപ്പ് ഇസ് എ ലിറ്റിൽ മോർ ട്രബിൾസം because you have to get your food cut up for you and so on, but it doesn't really matter. ചില സമയത്ത് കൈകൾ കെട്ടി വെക്കുമല്ലോ, അങ്ങനെ കൈകൾ കെട്ടി വെക്കുന്ന സമയത്ത് കാര്യങ്ങൾ കുറച്ച് ട്രബിൾസമാണ്, ബുദ്ധിമുട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ്, ബിക്കോസ് യു ഹാവ് ടു ഗെറ്റ് യുവർ ഫുഡ് കട്ട് അപ്പ് ഫോർ യു. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഫുഡ്, അതായത് ആഹാരമൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് ഫോർക്ക് കൊണ്ടൊക്കെ കഴിക്കുന്നതാണെങ്കിൽ അതൊന്നും നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്താണ്, പിന്നെ അത് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാക്കും. ആൻഡ് സോ ഓൺ, ബട്ട് ഇറ്റ് ഡസൻറ്റ് റിയലി മാറ്റർ. പക്ഷേ അതൊന്നും അത്ര വലിയൊരു കാര്യമല്ല. അത് ഈ ബ്ലൈൻഡ് ഡേനെ കമ്പയർ ചെയ്തിട്ടാണ് കേട്ടോ കുട്ടി പറയുന്നത്. ആൻഡ് ആസ് ഫോർ ബീയിങ് ഡെഫ് ഫോർ എ ഡേ ഐ ഷാൻറ്റ് മൈൻഡ് ദാറ്റ് അറ്റ് ലീസ്റ്റ് നോട്ട് മച്ച്. അപ്പം എന്താണ്, ഡെഫ് ഡേ വരുന്ന സമയത്ത്, അതായത് കേൾവിശക്തി പാടില്ല, ഒന്നും ആളുകൾ പറയുന്നത് കേൾക്കാൻ പാടില്ല. ആ ഒരു ദിവസം എന്ന് പറയുന്നത് എന്താണ്, അത്ര വലിയ പ്രശ്നമൊന്നുള്ള കാര്യമല്ല. ഐ ഷാൻറ്റ് മൈൻഡ് ദാറ്റ് അറ്റ് ലീസ്റ്റ് നോട്ട് മച്ച്. ഐ ഷാൻറ്റ് മീൻസ് ഷാൽ നോട്ട് എന്നുള്ളതാണ് കേട്ടോ. ഐ ഷാൻറ്റ് മൈൻഡ് ദാറ്റ് അറ്റ് ലീസ്റ്റ് നോട്ട് മച്ച്. ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പക്ഷെ അത്രമാത്രം കുഴപ്പമില്ല, ബുദ്ധിമുട്ടില്ല എന്നാണ് പറയുന്നത്. ബട്ട് ബീയിങ് ബ്ലൈൻഡ് ഈസ് സോ ഫ്രൈറ്റനിങ്. പക്ഷേ കണ്ണ് കാണാത്ത ഒരവസ്ഥ എന്ന് പറയുന്നത് വളരെ ഭയാനകമായിട്ടുള്ള കാര്യമാണ്. മൈ ഹെഡ് ഏക്സ് ഓൾ ദ ടൈം. എൻ്റെ തല എപ്പോഴും വേദനിക്കാറുണ്ട്. ഓരോ സ്ഥലത്ത് പോയി മുട്ടിയിട്ടാണ് കേട്ടോ. ജസ്റ്റ് ഫ്രം അവോയ്ഡിങ് തിങ്സ് ദാറ്റ് പ്രോബബ്ലി ആർ ഇൻ ദെയർ. ഇപ്പം കണ്ണ് കാണില്ലല്ലോ, അപ്പം ഓരോ മതിലും അതേപോലെ എന്താണ് പില്ലറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുന്നിലുണ്ട് എന്നിങ്ങനെ കരുതും. കണ്ണ് കാണലല്ലോ, അപ്പോൾ നമുക്കൊരു ഭയം ഉണ്ടാവും എവിടെയും പോയി തട്ടുമോ എന്നുള്ളത് അല്ലേ. അതേപോലെ ഈ കുട്ടി ഇങ്ങനെ ഫ്രണ്ടിൽ ഓരോ സാധനം ഉണ്ടെന്ന് വിചാരിക്കുന്നുണ്ടാവും, പക്ഷെ അത് അവിടെ ഉണ്ടാവണം എന്നില്ല. വേർ ആർ വി നൗ. ഇപ്പം നമ്മൾ എവിടെയാണുള്ളത്, നെറേറ്ററിനോട് കുട്ടി ചോദിക്കുകയാണ് കേട്ടോ. ഇൻ ദ പ്ലേ ഗ്രൗണ്ട് ഐ സെറ്റ് ഗോയിങ് ടുവേർഡ്സ് എ ഹൗസ്. നമ്മൾ പ്ലേ ഗ്രൗണ്ടിലുള്ളത്, നമ്മൾ വീട്ടിലേക്കാണ് പോകുന്നത്. മിസ് ബീം ഇസ് വാക്കിംഗ് അപ്പ് ആൻഡ് ഡൗൺ ദ ടെറസ് വിത്ത് എ ടോൾ ഗേൾ. അപ്പോൾ മിസ് ബീം എന്താ ചെയ്യുന്നത്, വീടിൻ്റെ ടെറസിൻ്റെ മുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഒരു ടോൾ ഗേളിൻ്റെ, ഒരു നല്ല ഉയരമുള്ള ഒരു ഗേളിൻ്റെ കൂടെ. വാട്ട് ഹാസ് ദ ഗേൾ ഗോട്ട് ഓൺ മൈ കമ്പാനിയൻ ആസ്ഡ് മീ. അപ്പം ആ ഒരു കുട്ടി, അതായത് കണ്ണ് കെട്ടിയിട്ടുള്ള ഒരു കുട്ടി ഉണ്ടല്ലോ, ആ കുട്ടി നെറേറ്ററിനോട് ചോദിക്കുകയാണ് എന്താണ്, ഈ ടോൾ ഗേൾ ഉണ്ടല്ലോ, ആ കുട്ടി ധരിച്ചിരിക്കുന്നത് എന്താണ് എന്ന്. അപ്പോൾ നെറേറ്റർ പറയാണ് എ ബ്ലൂ സ്കേർട്ട് ആൻഡ് എ പിങ്ക് ബ്ലൗസ്. ഒരു ബ്ലൂ സ്കേർട്ടും ഒരു പിങ്ക് ബ്ലൗസും ആണ് ധരിച്ചിരിക്കുന്നതെന്ന് പറയും. ഐ തിങ്ക് ഇറ്റ് ഈസ് മില്ലി ഷീ സെറ്റ്. അപ്പം ഈ ഒരു ബ്ലൈൻഡ് ഉള്ള ആ ഒരു കുട്ടി ഉണ്ടല്ലോ, കണ്ണ് കെട്ടിയിട്ടുള്ള ആ കുട്ടി പറയാണ് അത് എനിക്ക് തോന്നുന്നത് മില്ലിയാണ്. വാട്ട് കളർ ഈസ് ഹെർ ഹെയർ. അവളുടെ മുടിയുടെ നിറം എന്താണെന്ന് ചോദിക്കും. വെരി ലൈറ്റ് ഐ സെറ്റ്. അപ്പം നെറേറ്റർ പറയും ഒരു ലൈറ്റ് കളറാണ്, വെരി ലൈറ്റ് ആണെന്ന് പറയും. അപ്പം ആ കുട്ടി എന്താ പറയുന്നത്, യെസ് ദാറ്റ് ഈസ് മില്ലി. അപ്പോൾ അവൾക്ക് ഉറപ്പായി അത് മില്ലി തന്നെയാണ്. ഷീ ഈസ് ദ ഹെഡ് ഗേൾ, ഷീ ഈസ് വെരി ഡീസൻറ്റ്. അപ്പം അവളാണ് ഹെഡ് ഗേൾ എന്ന് പറയുന്നത്, അവൾ വളരെ ഡീസൻ്റ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. ദർ ഇസ് എൻ ഓൾഡ് മാൻ ടൈയിങ് അപ്പ് റോസസ് ഐ സെറ്റ്. അപ്പം നെറേറ്റർ ഈ കുട്ടി കണ്ണ് കെട്ടിയാണല്ലോ നിൽക്കുന്നത്, ആ കുട്ടിക്ക് അന്ന് കണ്ണ് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ കുട്ടീനോട് ഓരോ കാര്യങ്ങൾ, അദ്ദേഹം കാണുന്ന ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് കുട്ടി ഇങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാണ്, അത് ആരാണ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ. അപ്പം ഇപ്പോൾ പറയുന്നത് എന്താണ്, ഫസ്റ്റ് പറഞ്ഞ മിലീൻ്റെ കാര്യമാണ്, മിലീനെ മനസ്സിലായി. ഇനി പറയുന്നത് ദർ ഇസ് എൻ ഓൾഡ് മാൻ ടൈയിങ് അപ്പ് റോസസ്. ഒരു വൃദ്ധനായ ആൾ
റോസസ് ഇങ്ങനെ കെട്ടുന്നുണ്ട്. ഒരുപക്ഷെ ചെടിയാവാം, ചെടി ഇങ്ങനെ പടർന്നു പോയത് കൂട്ടി കെട്ടി വൃത്തിയിലാക്കി വെക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ പൂവ് തന്നെ കെട്ടുന്നതാവാം. ഐ സെഡ്, നറേറ്റർ പറഞ്ഞു. യെസ്, ദാറ്റ് ഇസ് പീറ്റർ. അതെ, അത് പീറ്ററാണ്. ഹീ ഈസ് ദ ഗാർഡനർ. അദ്ദേഹം ഇവിടുത്തെ ഗാർഡനറാണ്. ഹീ ഈസ് ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് ഓൾഡ്. അദ്ദേഹത്തിന് 100 കണക്കിന് വയസ്സുണ്ട്. അത് എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞാണ് കേട്ടോ. അദ്ദേഹത്തിന് നല്ല പ്രായമുണ്ട് എന്നാണ് ഇവിടെ നമ്മളുടെ കുട്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്. ആൻഡ് ഹിയർ കംസ് എ ഡാർക്ക് ഗേൾ ഇൻ റെഡ് ഓൺ ക്രച്ചസ്. അപ്പം ഇവിടെ ഒരു ഡാർക്ക് സ്കിന്നുള്ള ഒരു കുട്ടീൻ്റെ റെഡ് വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത്. ക്രച്ചസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഊന്നുവടിയുമായിട്ടാണ് ആ കുട്ടി വരുന്നതെന്ന് പറയും. യെസ്, ഷി സെറ്റ്, ദാറ്റ് ഇസ് ബെറിൽ. അപ്പോൾ അത് ബെറിലാണെന്ന് കുട്ടിക്ക് മനസ്സിലാവും. അപ്പോൾ കുട്ടി പറയും. ആൻഡ് സോ വി വാക്ക്ഡ് ഓൺ, and in guiding this little girl about, I discovered that I was many times more thoughtful already than usual. അപ്പം ഈ ഒരു കുട്ടീനെ ഇവർ മുന്നോട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കുട്ടീനെ നമ്മളുടെ നറേറ്റർ ഗൈഡ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ആ സമയത്ത് നമ്മളുടെ നറേറ്റർ ഡിസ്കവർ ചെയ്യാണ്, മനസ്സിലാക്കുകയാണ്, ഐ വാസ് മെനി ടൈംസ് മോർ തോട്ട്ഫുൾ ഓൾറെഡി ദാൻ യൂഷ്വൽ. ഞാൻ സാധാരണ ഉള്ളതിലും കൂടുതലായിട്ട് തോട്ട്ഫുൾ ആയിട്ടുണ്ട്, എൻ്റെ ചിന്താശേഷി വർദ്ധിച്ചിട്ടുണ്ട് എന്ന് നമ്മളുടെ നറേറ്റർ മനസ്സിലാക്കുകയാണ്. മിസ് ബീം ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികൾ മാത്രമല്ല, അവരെ ഗൈഡ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവർക്കും തോട്ട്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു കാര്യം വരും, ചിന്താശേഷി വർദ്ധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സത്യം നമ്മളുടെ നറേറ്റർ മനസ്സിലാക്കുകയാണ്. ഐ ഓൾസോ റിയലൈസ് ദാറ്റ് ഹാവിങ് ടു ഡിസ്ക്രൈബ് ദ സറൗണ്ടിങ്സ് ടു അനദർ മേക്സ് ദം മോർ ഇൻട്രസ്റ്റിംഗ്. നറേറ്റർ മനസ്സിലാക്കിയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ, ഇപ്പം ബ്ലൈൻഡായിട്ട് അന്ന് ബ്ലൈൻഡ് ഉള്ള കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് അവർക്ക് എന്നുള്ളത് നമ്മളുടെ നറേറ്റർ മനസ്സിലാക്കുകയാണ്. ഇപ്പം ഒരു ടോൾ ഗേളിനെ അത് ആരാണ് എന്നുള്ളത് നമ്മളുടെ ഈ ഒരു കുട്ടി മനസ്സിലാക്കുന്നുണ്ട് അല്ലേ. അത് ഈ കുട്ടി നറേറ്റർ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഡ്രസ്സ് എന്താണ് ധരിച്ചിട്ടുള്ളത് എന്നൊക്കെ, അതേപോലെ ഹെയർ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം ആ കുട്ടി അവരുടെ ചിന്താശേഷി വർദ്ധിപ്പിക്കുകയാണ്. മുൻപ് കണ്ടിട്ടുള്ള കാര്യമാണ്, അപ്പം അത് എങ്ങനെയാണ്, അത് ആരാണ് എന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്യുകയാണ് കുട്ടി ചെയ്യുന്നുള്ളത്. അപ്പം കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണതെന്ന് നമ്മുടെ നറേറ്റർ മനസ്സിലാക്കുകയാണ്. വെൻ മിസ് ബീം കെയിം ടു റിലീസ് മീ ഐ വാസ് സോറി ടു ഗോ. അപ്പം തിരിച്ചു പോകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പം മിസ് ബീം വന്നിട്ട് നറേറ്ററിനെ വിളിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഐ വാസ് സോറി ടു ഗോ, എനിക്ക് തിരിച്ചു പോകാൻ വളരെയധികം വിഷമമുണ്ട്, എനിക്ക് കുറച്ചുകൂടെ ഇവിടെ സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, കാരണം ഇവിടെ അത്രമാത്രം നല്ല ഒരു എക്സ്പീരിയൻസും ഒക്കെയാണ് നറേറ്ററിന് കിട്ടിയിട്ടുള്ളത്. ഐ വാക്ക് ബാക്ക് ടു ദ ടൗൺ മർമറിങ് ഇൻകറക്റ്റ്ലി ആസ് എവർ ദ ലൈൻസ്. അപ്പം താഴെ കൊടുത്തിരിക്കുന്നത് കവിതയിലെ ലൈൻസാണ്. അപ്പോൾ അത് തെറ്റായിട്ട് ഉച്ചരിച്ചിട്ടാണ്, അങ്ങനെ തെറ്റായിട്ടാണ് നമ്മളുടെ നറേറ്റർ പാടുന്നത് അല്ലേ. മർമറിങ് മീൻസ് പതിയെ പറയുക അല്ലെങ്കിൽ മന്ത്രിക്കുക എന്നുള്ളതാണ് കേട്ടോ. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയറ്റാണ് വില്യം ബ്ലേക്ക് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു കവിതാ സമാഹാരമാണ് സോങ്സ് ഓഫ് ഇന്നസെൻസ് എന്ന് പറയുന്നത്. ആ കവിതാ സമാഹാരത്തിലെ പ്രധാനപ്പെട്ട ഒരു കവിതയാണ് ഓൺ അനദേഴ്സ് സോറോ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കവിതയുടെ ഫേസ്റ്റ് സ്റ്റാൻസയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് തെറ്റിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് കറക്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ മേലെ പറയുന്നുണ്ട് ഇൻകറക്റ്റ്ലി ആസ് എവർ, എപ്പോഴും തെറ്റിച്ച് പാടുന്ന പോലെ ഞാൻ ഇപ്പോഴും അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ലൈൻസ് നോക്കാം. ക്യാൻ ഐ സീ അനദർ വോ ആൻഡ് നോട്ട് ഷെയർ ദെയർ സോറോ ടു? ഓ നോ, നെവർ ക്യാൻ ഇറ്റ് ബി, നെവർ ക്യാൻ ഇറ്റ് ബി. എന്താ പറയുന്നത്? മറ്റുള്ളവരുടെ ദുഃഖം ഷെയർ ചെയ്താൽ മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് മനസ്സിലാവണമെങ്കിൽ നമ്മളത് അനുഭവിക്കണം അല്ലേ. അപ്പോൾ മറ്റുള്ളവരുടെ ദുഃഖം അത് ഷെയർ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കത് മനസ്സിലാവുന്നത്, നമുക്കത് അണ്ടർസ്റ്റാൻഡ് ആവുന്നത് അല്ലേ. അതാണ് ഇവിടെ പറയുന്നത്. അല്ലാതെ ഒരിക്കലും അത് നമുക്ക് മനസ്സിലാവില്ല. അതുതന്നെയാണ് ഈ ഒരു സ്കൂൾ ഫോർ സിമ്പതി എന്ന് പറയുന്ന ലെസണിൽ നമ്മൾ പഠിക്കുന്നത് അല്ലേ. മറ്റുള്ളവരുടെ ദുഃഖങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളും ഒക്കെ ഷെയർ ചെയ്യുന്ന സമയത്താണ് അത് നമ്മൾ അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാവുന്നത്. ഇപ്പം സ്കൂൾ ഫോർ സിമ്പതി എന്ന് പറയുന്ന ഈ ഒരു ലെസണിൽ ഇപ്പം ബ്ലൈൻഡ് ഡേയും ഡഫ് ഡേയും ലെയിം ഡേയും ഒക്കെ ഉണ്ട്. അപ്പം ആ ഒരു ടാസ്കിലൂടെ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാവും
കണ്ണ് കാണാത്ത ആൾ എത്രമാത്രം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, അവരെ ലീഡ് ചെയ്യുന്ന ആളുകൾ എത്രമാത്രം ബുദ്ധിമുട്ടുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നേരിട്ട് നമ്മളുടെ അനുഭവത്തിൽ വരുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുക അല്ലേ. അപ്പോൾ അതാണ് ഈ ഒരു സ്കൂൾ ഫോർ സിമ്പതി എന്ന് പറയുന്ന ലെസണിലൂടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്കത് കയറി കാണാവുന്നതാണ്. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.